ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടില്ലേ, അപ്പോൾ ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ ഉംറ ചെയ്തിട്ട് പിന്നെ എന്തിനാണ് വീഡിയോ ഇടുന്നത്. എന്താ പറയുക, ഒരു വെട്ടം വളരെ കുറവാണ്. എൻ്റെ മോൻ്റെ മുറിയിലാണ് ഞാൻ. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഉംറ ചെയ്തിട്ട് അതൊക്കെ അതിൻ്റെ എല്ലാം അവിടെ കളഞ്ഞിട്ട് വരുവാണോ എന്നൊക്കെ വെച്ച്. അവർ ഇഷ്ടം കൊണ്ടായിരിക്കും ചിലപ്പോൾ. എന്താ പറയുക, എന്ത് ചിന്താഗതിയിലാണ് അങ്ങനെ പറയണതെന്ന് എനിക്കറിയില്ല. ഞാൻ അവർ കുറ്റം പറയണമെന്നും അല്ല കേട്ടോ, കാരണം എനിക്ക് അത്ര അറിവൊന്നുള്ള ആളൊന്നുമല്ല. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഉംറ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഇടുമ്പോൾ മാത്രമല്ലല്ലോ എന്നെ ആളുകൾ കാണാം. ഞാൻ ഇവിടുന്ന് ഇറങ്ങി നടക്കുമ്പോൾ കാണും, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ ആ സ്റ്റാഫുകളെല്ലാം ആണുങ്ങളുണ്ട്, അവർ കാണും, ഡ്രൈവർ കാണും, എന്താ പറയുക, നമ്മൾ ഒരുപാട് പേര് കാണുന്നുണ്ട് ഇല്ലേ. ലക്ഷക്കണക്കിന് ആൾക്കാർ വരെ കാണും. നമ്മൾ റോഡിലൂടെ മാളിലൂടെ ഒക്കെ ചെല്ലുമ്പോഴും നമ്മളെ കാണും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ മാത്രമല്ല എന്നെ ആളുകൾ കാണാം. പിന്നെ ഞാൻ ഇതിനകത്ത് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് മുതൽ വീഡിയോ ചെയ്യണത് ഞാൻ എല്ലാം തലമറിച്ചിട്ടൊക്കെ തന്നെയാണ്. ഈ കോലത്തിൽ തന്നെയാണ് ഞാൻ ഉംറ ചെയ്തത്. കാരണം ഉംറ ചെയ്യുമ്പോൾ നമുക്ക് മുൻകൈയും മുഖം മറയ്ക്കാൻ പാടില്ല എന്നെല്ലാം ആൾക്കാർക്കും അറിയാം. അപ്പോൾ അപ്പോഴും ഞാൻ ഈ കോലത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ വലിയ മോശപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല സംസാരിക്കുന്നത്. എൻ്റേതായ ചില എക്സ്പീരിയൻസുകളും എൻ്റേതായ ചില അനുഭവങ്ങളും മാത്രമാണ് ഞാൻ ഇതിനകത്ത് പങ്കുവെക്കുന്നത്. പിന്നെ ഞാൻ ഉംറയ്ക്ക് പോണതിന് മുമ്പ് ഭയങ്കര ഇഷ്ടമാണല്ലേ കണ്ണിലൊക്കെ. കാരണം ഇവിടെ മുകളിലാണ്, ഇവിടെ ആകാശത്തേക്ക് നോക്കി സംസാരിക്കേണ്ടി വരും, ഒട്ടുമട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ആളുകളൊന്നും മനസ്സിലാക്കണം. ഇതിപ്പോൾ ഞാൻ തുടങ്ങിയല്ലേ ഉള്ളൂ ഉംറ ചെയ്യുന്നതല്ലായത്. ഉംറ ചെയ്യാൻ ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയേ ഉള്ളൂ. അള്ളാഹുടെ തീരുമാനം, എനിക്ക് ഉംറ ചെയ്യാൻ തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉംറ ചെയ്തു. അതിന് നിങ്ങളിങ്ങനെ മോശമായിട്ടൊന്നും കാണാൻ നിൽക്കല്ലേ, പഠിച്ചോന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ ഉംറ ചെയ്യാൻ പോയത് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. കാരണം അങ്ങോട്ട് പോകുന്നതിന് മുമ്പുണ്ടായ കുറേ കാര്യങ്ങൾ ഞാൻ പറയും. എന്നോട് മാഡം പറഞ്ഞിരുന്നു, റംസീന, ഞാൻ കുവൈറ്റിൽ നിന്ന് നേരെ റിയാദിലേക്ക് ടിക്കറ്റ് എടുത്ത് തരാമെന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് ശരിക്കും 4-ാം തീയതി ആയിരുന്നു കുവൈറ്റിൽ നിന്ന് റിയാദിലേക്ക് ടിക്കറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞിരുന്നത്. ഒരു 28-ാം തീയതി ഒക്കെ ആ സമയത്താണെന്ന് തോന്നുന്നു മാഡം പറഞ്ഞു, റംസീന അത് പറ്റില്ല, നീ എവിടെ നിന്ന് വന്നതെന്ന് വെച്ചാൽ ആ കൺട്രിയിലേക്ക് തന്നെ തിരിച്ചയക്കണമെന്നാണ് റൂൾസ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇക്ക ഇവിടുന്ന് മെസ്സേജ് ഇട്ടു, ഇല്ല മാഡം അത് കുഴപ്പമില്ല, ഒരു റിട്ടേൺ ടിക്കറ്റും കൂടെ കയ്യിലുണ്ടായാൽ മതി, ഉംറയ്ക്കായിട്ട് വരുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ മാഡത്തിന് അത് പറ്റില്ല, മാഡം നാട്ടിലേക്ക് വയ്ക്കും. അപ്പോൾ മാഡത്തിനോട് മാഡം 2-ാം തീയതി ടിക്കറ്റ് എടുക്കണം. എനിക്ക് 5-ാം തീയതി ഉംറയ്ക്ക് വേണം, 2-ാം തീയതി നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ അതും കണക്ഷൻ ഫ്ലൈറ്റ്. 2-ാം തീയതി പോയി കഴിഞ്ഞാൽ 3-ാം തീയതി 7:30-ക്കാണ് ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങുള്ളൂ. ഞാൻ ഇതിലൂടെ എന്താ പറയുക, ഒമാനിൽ 6 മണിക്കൂർ ലേറ്റാണ്. അവിടെ ഒമാനിൽ, ഇവിടെ കുവൈറ്റിൽ തന്നെ 2.5 മണിക്കൂർ ലേറ്റായിരുന്നു. ഫ്ലൈറ്റ് വരാൻ എന്തോ താമസം ഉണ്ടായി. അവിടെ നിന്ന് ഒമാനിൽ ചെന്നു. അപ്പോൾ അവിടെ 2.5 മണിക്കൂർ വ്യത്യാസം വന്നപ്പോൾ 2 മണിക്കൂർ അവിടെ കുറഞ്ഞല്ലോ. എന്നാലും 3-4 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. അവിടെ നിന്ന് നെടുമ്പാശ്ശേരിയിൽ വന്നു. നെടുമ്പാശ്ശേരിയിൽ 7:30-ക്ക് ഇറങ്ങി വീട്ടിൽ ചെന്ന് ഒരു ദിവസം, അതായത് 7:30 മുതൽ പിറ്റേന്ന് വെളുപ്പിന് 3 മണി വരെ എനിക്ക് അവിടെ സമയം ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ആരുടെ അടുത്ത് പോകാനും മിണ്ടാനും പറ്റില്ല. കാരണം അത്രയ്ക്ക് പനി, മേലുവേദന ഇതുവരെ എനിക്ക് പരിമാറിയിട്ടില്ല. മേലുവേദന, പനി, ചുമ, തൊണ്ടവേദന ഉള്ള എൻ്റെ ഒരു അവസ്ഥ അത്രയ്ക്ക് പ്രശ്നമായിരുന്നു. ഉംറ ചെയ്യാൻ പറ്റില്ല റബ്ബേ എന്നൊക്കെ ഉള്ളൊരു ഇതായിപ്പോയി. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് എനിക്ക് ഉംറ ചെയ്യണമെന്ന്. അപ്പോൾ നടക്കൂലായിരിക്കും റബ്ബേ, എനിക്ക് ഭയങ്കര വിഷമം ഉള്ളിലുണ്ടായി. പിന്നെ ഹിക്കായാണെങ്കിൽ അവിടെ റിയാദിലേക്ക് ടിക്കറ്റ് അപ്പം തന്നെ എടുത്തു. കാരണം ഇക്ക 5-ാം തീയതി ലീവ് പറഞ്ഞേക്കണം. 5-ാം തീയതി ലീവ് പറഞ്ഞാൽ 10-ാം തീയതി വരെ, 9-ാം തീയതി 10-ാം തീയതി വരെയുള്ള 5 ദിവസത്തെ ഉംറയുടെ ഇതാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഇക്കാക്കും ലീവ് ഇതാക്കാൻ ആകെ ഇക്കായും വിഷമമായി, എനിക്ക് വരാൻ പറ്റില്ലായിരിക്കും എന്ന് വെച്ച്. എന്തോ അന്ന് തന്നെ എനിക്ക് റിയാദിലേക്ക് 4-ാം തീയതി രാവിലത്തേക്ക് ഫ്ലൈറ്റ് ഇതായി. 4-ാം തീയതി ഒന്നും ഭയങ്കര പനിയെന്ന് വെച്ചാൽ ഭയങ്കര പനിയായിരുന്നു എനിക്ക്. ഇക്ക ഞാൻ എയർപോർട്ടിൽ ഫ്ലവറൊക്കെ ആയിട്ട് വന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ചായയും എല്ലാ സാധനമൊക്കെ ആയിട്ട് അത് വന്ന് എനിക്ക് അത്രയ്ക്ക് പനിയാണ്. പിന്നെ ഞാൻ നേരെ
അവിടെ എന്നെ അവിടെ ജോലിയാണല്ലോ എനിക്ക്. അപ്പോൾ അവിടെ കൊണ്ടുപോയി മാഡത്തിനെ കാണിച്ചു. മാഡത്തിനോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ നാളെ ഉംറയ്ക്കാണ്, ഉംറ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ജോലിയിൽ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നിട്ട് എനിക്ക് പനിച്ച് വെളിയില്ലാത്തതുകൊണ്ട് എനിക്ക് പറ്റുമെന്ന് തോന്നണില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വെച്ചു. പിന്നെയും നമുക്ക് 10 മണിക്കൂറോളം നമ്മൾ ഇവിടുന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യാണ് വണ്ടിയിലിരുന്ന്. അവിടെ ചെന്ന് മദീന ചെന്നിറങ്ങി. കാലൊക്കെ ഇത്ര ഭയങ്കര നീര്, കാല് നിലത്ത് കുത്താൻ പറ്റണില്ല. കാലിൻ്റെ നമ്മുടെ അരക്കി ഇപ്പോൾ അത് നടുവിന് താഴേക്ക് മൊത്തം അങ്ങ് നീരായി. കാരണം 3-4 ദിവസമായിട്ട് ഇങ്ങനെ കാല് തൂക്കിയിട്ട് ഇരുന്ന് ശരീരം മൊത്തം നീര്, എൻ്റെ അടുക്ക പനി. മദീനയിൽ ചെന്ന് അവിടെ റൂമിൽ ചെന്ന് കാല് നീട്ടുന്ന കിടന്നു കഴിഞ്ഞപ്പോഴാണ്, അതാണ് ഞാൻ ഒന്ന് നീണ്ടു തീർന്ന് കിടക്കണം. കാരണം വീട്ടിൽ ചെന്നിട്ടും എനിക്ക് ഇങ്ങോട്ട് പോരാനുള്ള തന്ത്രപ്പാട് ഓട്ടം പാച്ചിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടാകുന്നില്ല. പിന്നെ അവിടെ കിടന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മദീന പള്ളിയിൽ പോയിരുന്ന് നമ്മുടെ നബിനോട് സലാമൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ റൂമിൽ വന്ന് ഇങ്ങനെ മദീനയിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോയിരുന്ന സമയത്താണ് എന്നെ രാത്രി ഞങ്ങൾ തഹജ്ജുദ് ആയിട്ട് വന്ന സമയത്ത് ഇക്കാനെ എനിക്ക് മിസ്സാവണം. എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ എന്തിനെങ്ങനെ പരീക്ഷിക്കണം, അല്ല എൻ്റെ കയ്യിലാണെങ്കിൽ പാസ്പോർട്ടിലൊന്നും ഇല്ലല്ലോ. ആകെ ടെൻഷനായി. പിന്നെ അത് ഞാൻ അന്നേരം ഒരു ഇതാക്കി, എന്തായാലും സുബഹി കഴിഞ്ഞിട്ട് എൻ്റെ ഇക്കാനെയും കാണും എന്ന് പറഞ്ഞ് സുബഹി നിസ്കരിച്ചപ്പോഴൊക്കെ സുജൂദിൽ കിടന്നൊക്കെ എനിക്ക് ഭയങ്കര വിഷമം, പേടി. കാരണം ഇത്രയും ജനത്തിരക്കിനിടയ്ക്ക് ഞാൻ എവിടെ പോയി എൻ്റെ ഇക്കാനെ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ എനിക്കൊന്ന് തളർന്നു വന്നപ്പോൾ എൻ്റെ ഇക്കാണൊന്നും ഇപ്പം ഉണ്ട്. അൽഹംദുലില്ലാ. ഇക്ക ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സങ്കടമായിരുന്നു. ഇക്കൊക്കെ സന്തോഷം കൊണ്ടുള്ള എന്നെ കണ്ടുപിടിച്ചിട്ട് സന്തോഷം കൊണ്ടുള്ള ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മക്കയിലേക്ക് പോരുകയാണ്. മക്കയിൽ വന്ന് തവാഫിന് നമ്മൾ പോയി നിൽക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറത്തിരക്ക് മിറാജിൻ്റെ ആ ഒരു ദിവസമാണ്. എന്താ പറയുക, പിന്നെ വെള്ളിയാഴ്ച രാവാണ്. എല്ലാം കൊണ്ട് ഭയങ്കര തിരക്ക്. അതിൻ്റെ ഇടയ്ക്ക് തവാഫ് പുറത്തേക്ക് നമ്മൾ റൂമിൽ വന്നു. പിന്നെ രണ്ടാമതും ഉംറ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി കാലം നിലത്ത് കുത്താൻ പറ്റും, നമുക്ക് ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുമോ, അത് നമ്മൾ ജീവനോടെ ഉണ്ടാവുമെന്ന് നമ്മുടെ കയ്യിലല്ലല്ലോ. അപ്പോൾ കിട്ടിയ ചാൻസ് കളയണ്ടെന്ന് വിചാരിച്ചു. റബ്ബ് കിട്ടിയതാണല്ലോ എന്ന് ഓർത്ത് ഒരിക്കൽ കൂടി ഉംറ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മീനയിൽ പോയിട്ടാണ് ഇഹ്റാം നെയ്ത്ത് വെച്ചതൊക്കെ. മീനയിൽ തിരിച്ച് വന്ന് നമ്മൾ നെയ്ത്ത് വെച്ച് പിന്നെ ഇവിടെ നമ്മൾ ഒന്നുകൂടെ ഉംറ ചെയ്ത് തവാഫ് ചെയ്ത് അങ്ങനെ പിന്നെ തിരിച്ചു വന്നു. ഇപ്പോഴും അന്ന് രാത്രി 9 മണിയൊക്കെ ആയപ്പോഴേക്കും അവർ തിരിച്ചു വന്നു. 9 മണിയാണോ? 9:30 9 മണിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. 9 മണിക്കാണല്ലോ, അല്ലല്ലോ, ഉച്ചയ്ക്ക് 2 മണിക്ക് പോകുന്നു. എനിക്ക് മൊത്തത്തിൽ ഓർമ്മ പോയേക്കാം. ഉച്ചയ്ക്ക് 2 മണിക്ക് അവിടുന്ന് 2:30-3 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ എത്തിയപ്പോൾ വെളുപ്പിന് 3 മണിയായി ഇവിടെ. പിന്നെ കൊച്ചുകൂടെ എനിക്ക് ചെമ്മീൻ റോസ്റ്റൊക്കെ ചെയ്ത് റൈസൊക്കെ ഉണ്ടാക്കി എൻ്റെ മോൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു, കിടന്നുറങ്ങി. ഇതുവരെ ഉറക്കമായിരുന്നു. ഇനി നാളെ ഒക്കെയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. കാരണം കാലിൻ്റെ നീരൊന്നും മാറിയിട്ടില്ല. എന്തായാലും അൽഹംദുലില്ലാ. എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്താ ആഗ്രഹിച്ചാൽ അള്ളാഹ് സാധിച്ചു തരും. അതിപ്പോൾ കുറേ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പനിച്ച് വെളിയിലുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് തോന്നിയില്ല ഞാൻ ഇതൊന്നും ചെയ്യുന്നു. പക്ഷേ നമ്മൾ തവാഫിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് എത്ര തിരക്കാണെങ്കിലും എത്ര വയ്യായികയിലും അതും നമ്മൾ മറക്കും. അതൊക്കെ നമ്മുടെ അനുഭവത്തിൻ്റെ ഇതാണ്. അത് അനുഭവിച്ചേക്കുന്നവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു അവിടുത്തെ ഒരു ഫീൽ അത് വാക്കുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നൊരു ഫീലൊന്നും അല്ല. അത് പോയേക്കുന്ന ആൾക്കാർക്ക് 1 പ്രാവശ്യം 2 പ്രാവശ്യം 10 പ്രാവശ്യം പോയേക്കുന്ന ഒരുപാടുണ്ട്. അവർക്കൊക്കെ അറിയാം. എനിക്കിനി പോകാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. കാരണം മനുഷ്യൻ്റെ അവസ്ഥയാണല്ലോ. എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇത് തന്നെ അൽഹംദുലില്ലാ എനിക്ക് നല്ലത് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ എന്നെ വിമർശിക്കണ്ട. കാരണം ഈ വീഡിയോ ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മളെ ആളുകൾ കാണുക, നമ്മളല്ലാണ്ടും ആളുകൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ വീഡിയോ കാണുന്നത് കൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ വീഡിയോയിൽ മോശമായിട്ടൊന്നും പറയണില്ല. എൻ്റെ അനുഭവങ്ങളും എൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളും മാത്രമാണ് ഞാനത് ഷെയർ ചെയ്യണുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.